വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോ ഹബ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിപ്പിഡ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ലിപ്പിഡ്സ് ആർ എസെൻഷ്യൽ ബയോമോളിക്യൂൾസ് ഇൻ ദ ബോഡി. ഇപ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള എസെൻഷ്യൽ ബയോമോളിക്യൂളാണ് ലിപ്പിഡ്സ് എന്ന് പറയും. ദേ ആർ കോമൺലി റെഫർഡ് ടു അസ് ഫാറ്റ് ആൻഡ് ഓയിൽ. അപ്പോൾ ലിപ്പിഡ്സിനെയാണ് ഫാറ്റ്, ഓയിൽ എന്നൊക്കെ നമ്മൾ കോമൺലി റെഫർ ചെയ്യുന്നത്. ഈ അൺലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻ, ലിപ്പിഡ്സ് ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ ബട്ട് ഡിസോൾവ് ഇൻ ഓർഗാനിക് സോൾവൻസ് ലൈക്ക് എത്തർ, ക്ലോറോഫോം ആൻഡ് ബെൻസീൻ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസിൻ്റെ പോലെയൊന്നുമല്ല, ലിപ്പിഡ്സ് എന്ന് പറയുന്നത് വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. പക്ഷേ ചില ഓർഗാനിക് സോൾവൻസ് ലൈക്ക് എത്തർ, ക്ലോറോഫോം, ബെൻസിൻ ഇതിലൊക്കെ ഇട്ട് വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ലിപ്പിഡ്സിന് ഡിസോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവരുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതൊക്കെയാണ് ലിപ്പിഡ്സിൽ ഉണ്ടാവുന്നത്. പക്ഷെ ചില ലിപ്പിഡ്സിൽ ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിപ്പിഡ്സിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ചിലവരിൽ ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇനി ലിപ്പിഡ്സിന്റെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? മെയിൻ ആയിട്ട് എനർജി റിസർവിയർ ആണ് ഈ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അതായത് 1 ഗ്രാം ഫാറ്റ് എന്ന് പറയുന്നത് തന്നെ 9 കിലോ കലോറീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇവരുടെ സ്ട്രക്ചറൽ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മളുടെ സെൽ മെംബ്രെയിനിലുള്ള ഫോസ്ഫോ ലിപ്പിഡ്സ് അതൊക്കെ ലിപ്പിഡ്സ് അല്ലേ. അപ്പോൾ നമുക്ക് സ്ട്രക്ചറൽ റോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതായത് സെൽ മെംബ്രെയിനിലെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് അത്. ഫോസ്ഫോ ലിപ്പിഡ്സ്, ഗ്ലൈക്കോലിപ്പിഡ്, കൊളസ്ട്രോൾ ഇതൊക്കെ ലിപ്പിഡ്സ് ആണ്. അതുപോലെ തന്നെ ഫാറ്റ് സോലുബിൾ സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻസുലേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ, നമുക്കറിയാം നമ്മുടെ സ്കിന്നിന്റെ താഴെയുള്ള ഫാറ്റ് എന്ന് പറയുന്നത്, അതായത് സബ്ക്യൂട്ടിനസ് ഫാറ്റ് എന്തിനാണ്? ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനായിട്ടും ഇന്റേണൽ ഓർഗൻസിനെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഫാറ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഇൻസുലേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ റോളാണ് നമ്മുടെ ലിപ്പിഡ്സിന്റെ. അതുപോലെ തന്നെ ചില ഹോർമോൺസുകൾ, ലിപ്പിഡ് ബേസ്ഡ് ഹോർമോൺസുകളുണ്ട്, ലൈക്ക് സ്റ്റിറോയിഡ് ഹോർമോൺ, സെക്സ് ഹോർമോൺ, കോർട്ടിസോൾ ഇതൊക്കെ ലിപ്പിഡ് ബേസ്ഡ് ഹോർമോൺസുകളാണ്. പിന്നെ വൈറ്റമിൻസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. നമുക്കറിയാം ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ, ഡി, ഇ, കെ. പിന്നെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്, അതായത് സിഗ്നലിംഗ് മോളിക്യൂൾസുകളായിട്ടൊക്കെ ലിപ്പിഡ് ഫങ്ഷൻ ചെയ്യാറുണ്ട്. ലിപ്പിഡിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോറേജ്, സ്ട്രക്ചറൽ റോൾ, ഫാറ്റ് സോലുബിൾ സബ്സ്റ്റൻസിന്റെ ട്രാൻസ്പോർട്ട്, സബ്ക്യൂട്ടിനസ് ഫാറ്റിന്റെ സഹായത്തോടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ഹോർമോൺസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, വൈറ്റമിൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, സിഗ്നലിംഗ് മോളിക്യൂൾസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി ലിപ്പിഡ്സിന്റെ ഫങ്ഷൻ നോക്കിയാൽ ലിപ്പിഡ്സിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് ആണ്. ഈ ഫാറ്റി ആസിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട ഒരു ലോങ് ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ്. നമുക്ക് ഈ ഒരു ഫിഗർ കണ്ടോ, ഹൈഡ്രജൻ കാർബൺ, കാർബൺ ഹൈഡ്രജൻ ഇങ്ങനെ പോയേക്കുന്ന ഒരു ലോങ് ചെയിൻ ആണ്. കൂടാതെ അതിന്റെ ഒരു എൻഡിൽ കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, COOH ഗ്രൂപ്പ് ഉണ്ട്. അതാണ് നമ്മളുടെ ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ലിപ്പിഡ്സിന്റെ ബേസിക് യൂണിറ്റ് ആണ് ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡിൽ എന്തുണ്ട്? കാർബൺ, ഹൈഡ്രജൻ ലോങ് ചെയിൻ ഉണ്ട്. അതുകൂടാതെ ഒരു എൻഡിൽ കാർബോസിൽ ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ, ഇനി ഫാറ്റി ആസിഡിന്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള ഫാറ്റി ആസിഡ് ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ അവർക്ക് സിംഗിൾ ബോണ്ട് ആണ്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ, കാർബണിന്റെ ഇടയിൽ ആകെ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. ഇവരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിരിക്കുള്ളൂ. നമ്മുടെ ബട്ടർ, ഗീ ഇതൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന് ഉദാഹരണമാണ്. അപ്പോൾ എക്സാമ്പിൾസ് പാമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ് ഒക്കെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്താണ്? അതിൽ ഡബിൾ ബോണ്ട് പ്രസന്റ് ആണ്. ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട് പ്രസന്റ് ആയിരിക്കുള്ളൂ. അതേ നോക്കിക്കേ, 2ാമത്തെ ഫിഗർ ഉണ്ടോ? അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ കാർബണിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് പ്രസന്റ് ആണ്. ഇനി ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും, അതിനെ നമ്മൾ MUFA എന്ന് പറയും. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, PUFA. ഓക്കെ, അപ്പോൾ മോണോ അൺസാച്ചുറേറ്റഡ്, മോണോ എന്ന് വെച്ചാൽ 1, അതായത് ഒരു ഡബിൾ ബോണ്ട് ഉള്ളതാണ് മോണോ അൺസാച്ചുറേറ്റഡ്. നമ്മുടെ ഒലിക് ആസിഡ് എന്ന് പറയും. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ അവർക്ക് 1ൽ കൂടുതൽ ഡബിൾ ബോണ്ട് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ലീനോലെയിക് ആസിഡ്, ലീനോലെനിക് ആസിഡ്. നമ്മുടെ omega-3, omega-6 എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ലിപ്പിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. സിമ്പിൾ ലിപ്പിഡ്സ്, കോമ്പൗണ്ട് ലിപ്പിഡ്സ്, ഡിറൈവ്ഡ് ലിപ്പിഡ്സ്, അങ്ങനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, വേറെ ഒന്നല്ല, ഫാറ്റി ആസിഡും ആൽക്കഹോളും മാത്രമേ ഉണ്ടാകുള്ളൂ. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോണ്ടാണ് എസ്റ്റർ ബോണ്ട്. ഓക്കെ, സോ ട്രൈഗ്ലിസറൈഡ്സ്, അതിന് എക്സാമ്പിൾസ് ആണ്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ 1 ഗ്ലിസറോളും 3 ഫാറ്റി ആസിഡ്സ് ആയിരിക്കുള്ളൂ. ഫാറ്റ് എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിരിക്കുള്ളൂ. എക്സാമ്പിൾ ബട്ടർ, ഗീ, അനിമൽ ഫാറ്റ് അതൊക്കെ സാച്ചുറേറ്റഡ്
ഫാറ്റി ആസിഡ്സ് ആണ്. ഓയിൽ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചർ ലിക്വിഡ് ആണ്, അതിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണുള്ളത്. ഓയിൽസിന് എക്സാമ്പിൾ ആണ് സൺഫ്ലവർ, ഒലീവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ. പിന്നെ വാക്സസ് എന്ന് പറയുമ്പോൾ ഫാറ്റി ആസിഡിന്റെ കൂടെ ലോങ് ചെയിൻ ആൽക്കഹോൾ ഉണ്ടാവും. അത് എന്താണ് ഇപ്പോൾ പ്ലാന്റ്സിലൊക്കെ വാട്ടർ പ്രൂഫ് കോട്ടിങ് തരാനും ബേർഡ്സിന്റെ ഒക്കെ ഫെതേഴ്സ് ഒക്കെ ഇങ്ങനെ വാക്സ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നനയൊന്നുമില്ല. ഓക്കെ, ബി വാക്സ്, കോട്ടിംഗ് ഓൺ പ്ലാന്റ് ലീവ്സ്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വാക്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ലിപ്പിഡ്സിന് എക്സാമ്പിൾ ആണ് ട്രൈഗ്ലിസറൈഡ്സ്, ഫാറ്റ്, ഓയിൽ, വാക്സസ് എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്, ആൽക്കഹോൾ കൂടാതെ അഡീഷണൽ ഗ്രൂപ്പ്സുകൾ ആഡ് ചെയ്യും. അതായത് ചിലപ്പോൾ ഫോസ്ഫേറ്റോ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ അങ്ങനെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് വരുന്നതാണ് കോമ്പൗണ്ട് ലിപ്പിഡ്സ്. എക്സാമ്പിൾ ഫോസ്ഫോലിപ്പിഡ് നമ്മുടെ സെൽ മെംബ്രെയിനിൽ ഇന്റഗ്രൽ ഭാഗമാണ് ഫോസ്ഫോലിപ്പിഡ്സ്. അപ്പോൾ അതിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകൾ, അതായത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്ത് ണ്ട്. പിന്നെ ഗ്ലൈക്കോലിപ്പിഡ്, ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ HDL, LDL എന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മളുടെ കോമ്പൗണ്ട് ലിപ്പിഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ കോമ്പൗണ്ട് ലിപ്പിഡ്സിൽ നിന്ന് ഹൈഡ്രോളൈസിസിന്റെ ഫലമായിട്ട് കുറച്ച് സബ്സ്റ്റൻസ് കിട്ടുന്നതാണ് ഡിറൈവ് ചെയ്ത് കിട്ടുന്ന ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. അതിന് എക്സാമ്പിൾ ആണ് കൊളസ്ട്രോൾ, സ്റ്റിറോയിഡ് ഹോർമോൺസുകളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ലിപ്പിഡ്സ്. ഓക്കെ, താങ്ക് യു.